നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഹാപ്പി വെൽക്കം. താങ്ക് യു സോ മച്ച്. അതെ, വരുന്നതിന് മുന്നേ ഇവിടെ അതിഥീനെ കാന്താരിന്ന് വിളിച്ചു. ശരിയാണ്. അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഡിഗ്രി പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയുള്ള ആളുകളിൽ ഒന്ന് കുഞ്ചാക്കോ ബോബനായിരുന്നു. കുഞ്ചാക്കോ ബോബൻ വലിയ ആ കാലത്ത് വലിയ ഉപദ്രവമായിരുന്നു അയാളെ കൊണ്ട്. നമ്മുടെ കോളേജിലുള്ള എല്ലാ പെണ്ണുങ്ങളും ആ ഫോട്ടോ വെക്കുക, ഓട്ടോഗ്രാഫിന്റെ ബുക്കിന്റെ കവറിനായിട്ട് അദ്ദേഹത്തിന്റെ മുഖം വെക്കുക എന്നൊക്കെ പറയുന്ന കാലത്ത് അങ്ങനെ ഞാൻ അന്ന് ഏതോ എവിടെയോ നടന്ന് ആഗ്രഹിച്ചതിന് എനിക്ക് പ്രകൃതി തന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടനാട് മാർപ്പാപ്പ എന്ന് പറയുന്ന പടത്തിൽ കുഞ്ചാക്കോവിന്റെ കാമുകിയായിരുന്നു അതിഥി ഞാനാ കെട്ടുന്നത്. അങ്ങനെ അന്ന് തൊട്ട് ആലോചിച്ചാ ഞാൻ ഇവിടെയും കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ അതിഥീനെ ഞാനാ കെട്ടിയത്. ഞാനാ തേക്കുന്നത്. ആദ്യമായിട്ട് തേക്കാൻ കിട്ടിയൊരു ഭാഗ്യം എനിക്കായിരുന്നു. അതിൽ പറയുന്നുണ്ട് അതിലൊരു ഡയലോഗ്, നീ എനിക്ക് മാച്ച് ആടി. പക്ഷെ എന്തായാലും നമ്മുടെ ഷോയെ സംബന്ധിച്ചും അതിഥി സൂപ്പർ മാച്ച്. കാരണം നന്നായിട്ട് ചിരിക്കുന്ന തമാശകൾ ആസ്വദിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷോയിൽ ഒരു പറഞ്ഞു അതിഥി നല്ല അഭിനേത്രി എന്നുള്ള നിലയിൽ 10-ാം വളവ് എന്ന് പറയുന്ന സിനിമയൊക്കെ ആണെങ്കിലും ഈ അതിഥി സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിഥിയെ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു പ്രകടനം കാഴ്ചവെച്ചത്. നമ്മൾ എത്ര നല്ല ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിലും ഗ്രൗണ്ട് ഉണ്ടല്ലോ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ എന്റെ നാരായണിക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്. അത് അവള് കൈ നീട്ടിയല്ലേ ചമി പോകും. കോവിഡ് അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു മതിലിനപ്പുറത്ത് നിന്ന് ബഷീറും നാരായണിയും പ്രണയിച്ചതുപോലെ ഒരു മുറിക്ക് അപ്പുറത്തും ഇപ്പുറത്ത് നിന്നുകൊണ്ട് നാരായണിയും ബഷീറും പ്രണയിക്കുന്നു. ആ ബഷീറായിട്ട് അന്ന് ഉണ്ണി മുകുന്ദനാണ് ശബ്ദം കൊടുത്തത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 1 കോടി ആൾക്കാർക്കടുത്ത് ആ ഷോർട്ട് ഫിലിം അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമാണ്. അത് കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ഒരുപാട് വ്യൂസ് കിട്ടിയ അവസാനം ജസ്റ്റ് ഒന്ന് കണ്ടു നിറഞ്ഞൊന്ന് മനസ്സിടർ കേട്ടോ. വെരി ഫീൽ ഗുഡ് ഷോർട്ട് മൂവി. കാണാത്തവർ അതും കൂടെ ഒന്ന് കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് 28 മിനിറ്റ് അതിഥിയെ അടുത്ത് കാണാനും അതിഥിയുടെ പ്രകടനങ്ങൾ കാണാനും ഉള്ള ഒരു അവസരം അതിനകത്തുണ്ട്. കണ്ടു. ഓൾമോസ്റ്റ് കേരള ജനസംഖ്യ നല്ലൊരു ശതമാനം ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. ഒന്നുകൂടെ കാണുക. ഇനി അത് കണ്ടു കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ ടൈം കാണുക. അത് ഇവിടെയും ഉണ്ടാവും അല്ലേ? കാണാറുണ്ട്. ഞാൻ കൂടുതലും യൂട്യൂബിലാണ് കാണുന്നത്. ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമൊക്കെ ഉള്ള സമയത്ത് കാണാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് യൂട്യൂബില്. ഏറ്റവും കൂടുതൽ കേശവ മാമന്റെ അതെ അതെ ഞാൻ കേശവ മാമന്റെ ഫാനാണ്. അതുകൊണ്ട് തന്നെ 10-ാം വളവിൽ അദ്ദേഹം എന്റെ അമ്മാവനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി ഞാൻ ചിരിച്ചിട്ട് സീൻ തെറ്റിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തപ്പോ. ഇതിനിടയിൽ അതിഥി പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ടെൻഷനും വിഷമവും ഒക്കെ വരുമ്പോൾ അത് മാറ്റാൻ കേശവമാമന്റെ പാട്ട് കേൾക്കുന്നത്. എന്താണ് അതിഥിയുടെ ടെൻഷൻ? എന്തിനാണ് അതിഥി വിഷമിക്കുന്നത്? എന്താ ചെറിയ കാര്യം എന്താണ്? ഏതാണ് അതിഥിക്ക് ഒരു ചെറിയ വിഷമം ഒരു വലിയ വിഷമം പറയൂ, ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിയട്ടെ. അതിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോയി. ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലായി. ഞാൻ ഊഹിച്ചു. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യണം അതിഥി. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യാം. അവൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. അവൻ കാണിച്ചത് തെമ്മാടിത്തരമാണ്. അവൻ പറയണ്ട. ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കറിയാം മലയാള സിനിമയിലെ ഒരു ബിസി ബിയാണ് നമ്മുടെ അതിഥി. അപ്പൊ അതിഥിയുടെ പുതിയ പ്രോജക്ട് എന്തൊക്കെയാണ്? പുതിയതിനെ റിലീസ് ആവാനുള്ളത് ഷാജി കല സർ ഡയറക്ട് ചെയ്ത ഹണ്ട് എന്ന് പറഞ്ഞ മൂവി. സൂപ്പർ. പിന്നെ ഞാനും സുരാജേണ്ണും കൂടെ വീണ്ടും ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഗോകുലം മൂവീസിന്റെ ആണ്, ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അതും ലിക്കർ ഐലൻഡ്. പിന്നെ ബിഗ് ബെൻ എന്ന് പറഞ്ഞൊരു ന്യൂ ടീമാണ്. അങ്ങനെ 3 സിനിമയാണ് ഇനി റിലീസ് ആവാനുള്ളത്. ഹാട്രിക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.